ദാരിദ്ര്യം പിടിച്ച പ്രൈസിങ് മോഡൽ. ഒരിക്കലും ഈ രീതിയിൽ നിങ്ങളുടെ പ്രൊഡക്റ്റിനോ സർവീസിനോ വിലയിട്ടാൽ ഗതി പിടിക്കത്തില്ല. ഇഫ് യുവർ പ്രൈസിങ് സ്ട്രാറ്റജി ഈസ് പോവർട്ടി പ്രൈസിങ് സ്ട്രാറ്റജി. 3 തരമാണ് പോവർട്ടി പ്രൈസിങ് സ്ട്രാറ്റജി. ഒന്ന്, കോമ്പറ്റീഷൻ പ്രൈസിങ്. കോമ്പറ്റീഷൻ പ്രൈസിങ്. അപ്പുറത്തെ കടക്കാരൻ 100 രൂപ ഇട്ടു, അതുകൊണ്ട് ഞാൻ 99 രൂപ ഇട്ടു. അപ്പുറത്തെ കടക്കാരൻ 80 രൂപ ഇട്ടു, അതുകൊണ്ട് ഞാൻ 76 രൂപയ്ക്ക് കൊടുക്കുന്നു. ഇതാണ് കോമ്പറ്റീഷൻ പ്രൈസിങ്. അപ്പുറത്തെ കടക്കാരൻ്റെ വില നോക്കിയിട്ടാണ് നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെയോ സർവീസിൻ്റെയോ പ്രൈസ് തീരുമാനിക്കുന്നത് എങ്കിൽ അതിൻ്റെ പേര് കോമ്പറ്റീഷൻ പ്രൈസിങ്. അതിൻ്റെ മറ്റൊരു പേര് പോവർട്ടി പ്രൈസിങ്. ജന്മത്ത് ഈ ബിസിനസ്സിൽ കൂടി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. 2, കോസ്റ്റ് പ്ലസ് പ്രൈസിങ്. ഇത് ഈ കൺസ്ട്രക്ഷൻ മേഖലയിൽ നിൽക്കുന്നത് എക്സാമ്പിൾ ഞാൻ പെട്ടെന്ന് പറയാം. നമ്മളൊരു വർക്ക് അവരെ ഏൽപ്പിക്കുന്നു, ഒരു ബിൽഡിങ് പണിയണം. അപ്പോൾ അവർ നോക്കുകയാണ് ഇതിൻ്റെ കോസ്റ്റ് എല്ലാം കൂടെ എത്ര വരും. അപ്പോൾ അവർ കമ്പി സിമെൻറ്റും അതും ഇതും എല്ലാം കൂടെ കൂട്ടി വരുമ്പോഴത്തേന് 20 ലക്ഷം രൂപ. എന്നിട്ട് അതിൻ്റെ പുറത്ത് അവർ പ്ലസ് ഒരു 2 ലക്ഷം രൂപ പ്രോഫിറ്റ്, 10%, 22 ലക്ഷം രൂപ. ഈ രീതിയിലാണ് നിങ്ങളുടെ പ്രൈസ് ഇടുന്നതെങ്കിൽ നീ മുടിയും. 3-മത്തതാണ് കമ്മോഡിറ്റി പ്രൈസിങ്. കമ്മോഡിറ്റി പ്രൈസിങ്. ഈ ഒരു കുപ്പി വെള്ളം എനിക്ക് കിട്ടുന്നത് 8 രൂപയ്ക്ക്. ഈ വെള്ളം വെള്ളമായിട്ട് തന്നെ ഞാൻ കൊടുക്കുകയാണെങ്കിൽ അങ്ങറ്റം പോയാൽ എനിക്ക് 10 രൂപയ്ക്ക് വിൽക്കാൻ പറ്റും. കാരണം ഇറ്റ്സ് ഹാവിങ് MRP. അതേസമയം ഈ വെള്ളം പൊട്ടിച്ച് തണുപ്പിച്ച് ഇത് ജ്യൂസിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുത്താൽ എനിക്ക് 50 രൂപ കിട്ടും. തണ്ണിമത്തൻ, വാട്ടർമെലൺ, അത് അതുപോലെ എടുത്തിട്ട് കൊടുക്കുകയാണ് എങ്കിൽ എനിക്ക് 1 കിലോയുടെ ഒരെണ്ണത്തിൻ്റെ പുറത്ത് 5 രൂപ കിട്ടും. അത് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതേ വാട്ടർമെലൻ്റെ പുറത്ത് എനിക്ക് 50 രൂപ കിട്ടും. അത് ജ്യൂസ് അടിച്ച് കൊടുക്കുകയാണെങ്കിൽ അതേ സാധനം എനിക്ക് 150 രൂപ കിട്ടും. ഈ സാധനം ഇങ്ങനെ തന്നെ എടുത്തു കൊടുക്കാനാണ് പ്ലാനെങ്കിൽ അതിൻ്റെ പേരാണ് കമ്മോഡിറ്റി പ്രൈസിങ്. അതിൻ്റെ മറ്റൊരു പേരാണ് പോവർട്ടി പ്രൈസിങ് മോഡൽ.